നേരം പുലർന്നിട്ടില്ല. എങ്കിലും ഗ്രാമത്തിന് പുറത്തുള്ള മാലിന്യ കൂമ്പാരത്തിൽ കീറിയ ഷർട്ടും പഴകിയ ചാക്കുകളുമായി ഒരു മെലിഞ്ഞ മനുഷ്യൻ കുനിഞ്ഞ് എന്തോ തിരയുകയായിരുന്നു. അവന്റെ പേര് സലീം. ഗ്രാമവാസികർ അവനെ മടിയൻ എന്നാണ് വിളിച്ചിരുന്നത്. കുട്ടികൾ അവനെ നോക്കി കളിയാക്കി ചിരിക്കും. നോക്കൂ, വിൽപ്പനക്കാരൻ വരുന്നു. അവൻ ഒന്നും പറയില്ല. നിശബ്ദനായി അവിടെ നിന്ന് മാറും. അവന്റെ വീട്ടിൽ അടുപ്പ് പുകയാറില്ല. സംസാരിക്കാൻ ആരുമില്ല. ഭാര്യ വർഷങ്ങൾക്ക് മുൻപ് മക്കളെയും കൂട്ടി സ്വന്തം വീട്ടിലേക്ക് പോയി. അതിനുശേഷം ആ കുടിലിൽ അവൻ ഒറ്റയ്ക്കായിരുന്നു താമസം. അന്ന് സലീം മാലിന്യ കൂമ്പാരത്തിൽ ഒരു പുതിയ കോണാണ് തിരഞ്ഞെടുത്തത്. വടികൊണ്ട് മണ്ണ് മാറ്റുന്നതിനിടയിൽ അവന്റെ കണ്ണ് ഒരു വിചിത്രമായ വസ്തുവിൽ ഉടക്കി. അതൊരു ചാക്കായിരുന്നു. വളരെ വൃത്തിയുള്ളതും ഏതാണ്ട് പുതിയതും. ചെളിയോ കറകളോ ഇല്ല. മുകളിൽ കട്ടിയുള്ള കയർ കൊണ്ട് കെട്ടുകൾ മുറുക്കിയിരുന്നു. ഇതാര് വലിച്ചെറിഞ്ഞതാകും? അവൻ പിറുപിറുത്തു. അവൻ ആ ചാക്ക് വലിക്കാൻ ശ്രമിച്ചപ്പോൾ അതിന്റെ ഭാരം വിചിത്രമായി തോന്നി. അകത്ത് എന്തോ കട്ടിയുള്ള വസ്തു ഉള്ളതുപോലെ. ഒരുപക്ഷെ തുണികൾ ആയിരിക്കുമെന്ന് അവൻ കരുതി. ചുറ്റും നോക്കി ആരും കാണുന്നില്ലെന്ന് ഉറപ്പാക്കി. എന്നിട്ട് പതുക്കെ ചാക്ക് പുകമറയുള്ള ഒരറ്റത്തേക്ക് മാറ്റി. അവൻ കയറഴിച്ചു. ചാക്ക് തുറന്നു. അവന്റെ ശ്വാസം നിലച്ചുപോയി. അകത്ത് പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ പണക്കെട്ടുകൾ. വിറക്കുന്ന കൈകളോടെ അവൻ ഒന്നെടുത്തു. തുറന്നു. 500 രൂപയുടെ പുതിയ നോട്ടുകെട്ടുകൾ. അവന്റെ കണ്ണുകൾ തിളങ്ങി. അവൻ മുട്ടുകുത്തിയിരുന്നു. നോട്ടുകളിൽ തൊട്ടുനോക്കി. ഇത് സത്യമാണോ? അവൻ സ്വയം ചോദിച്ചു. അവൻ ചുറ്റും നോക്കി. ആരെങ്കിലും കാണുന്നുണ്ടോ? കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം ദീർഘമായി ശ്വാസമെടുത്ത് അവൻ തീരുമാനിച്ചു. ചാക്ക് വീണ്ടും കെട്ടി പുറത്ത് ചുമന്ന് കുടിലിലേക്ക് നടന്നു. വഴിയിൽ കേൾക്കുന്ന ഓരോ ശബ്ദവും അവന് സംശയമായി തോന്നി. പട്ടിയുടെ കുര, ആരുടെയെങ്കിലും സംസാരം. വീട്ടിലെത്തിയ ഉടൻ അവൻ വാതിൽ അകത്തുനിന്ന് അടച്ചു. ചാക്ക് മൂലയിൽ വെച്ച് ഒരു പഴയ പായ കൊണ്ട് മൂടി. സലീമിന്റെ ഹൃദയം പുറത്തു വരുമെന്ന് തോന്നിപ്പിക്കുന്നത് പോലെ അലറിയിടിച്ചു. അവൻ ഇടയ്ക്കിടെ വാതിലിലൂടെ പുറത്തേക്ക് നോക്കി. ആരെങ്കിലും പിന്നാലെ വന്നോ? ആരും അടുത്തൊന്നുമില്ലെന്ന് ഉറപ്പായപ്പോൾ അവൻ പതിയെ ചാക്കിനടുത്ത് ഇരുന്നു. കൈകൾ വിറച്ചു. പക്ഷേ ധൈര്യം സംഭരിച്ച് കയർ അഴിച്ചു. ചാക്ക് തുറന്നപ്പോൾ അകത്തെ തിളക്കം അവന്റെ കണ്ണഞ്ചിപ്പിച്ചു. പുതിയ നോട്ടുകെട്ടുകൾ. സലീം ഒരു കെട്ടെടുത്ത് എണ്ണാൻ തുടങ്ങി. എണ്ണി എണ്ണി അവന്റെ ചുണ്ടുകൾ വരണ്ടുപോയി. ഒരൊറ്റ കെട്ടിൽ 1,00,000 രൂപ. അവൻ ഊഹിച്ചു, കുറഞ്ഞത് 30 അല്ലെങ്കിൽ 40 കോടി രൂപയെങ്കിലും ഉണ്ടാകും. ഇതാലോചിച്ചപ്പോൾ അവന്റെ തല മരവിച്ചു പോയി. ഇത്രയും പണം ഒരു സാധാരണക്കാരൻ ഉപേക്ഷിക്കില്ല. അവൻ പിറുപിറുത്തു. അവന്റെ ഉള്ളിൽ ഭയത്തിന്റെ അലകൾ ഓടി. ഇതൊരു വലിയ വ്യക്തിയുടെയോ രാഷ്ട്രീയക്കാരന്റെയോ അല്ലെങ്കിൽ ഗുണ്ടയുടെയോ ആവില്ലേ? അവർ തിരയാൻ തുടങ്ങിയാൽ എന്തു ചെയ്യും? ഈ ചിന്തയിൽ അവന്റെ ശരീരം വിയർത്തു. സലീം നോട്ടുകെട്ടുകൾ തിരികെ വെച്ചു. ചാക്ക് കെട്ടി തറയിലിരുന്നു. തലയിൽ കൈവച്ച് ആലോചിച്ചു. മനസ്സിൽ ഒരു വശം വർഷങ്ങളുടെ ദാരിദ്ര്യം അവസാനിക്കുമെന്ന സന്തോഷം. ചികിത്സ നേടാം, പുതിയ വീട് വെക്കാം, മാന്യമായി ജീവിക്കാം. പക്ഷേ മറുവശത്ത് ഭയം അവനെ അരിച്ചു തിന്നുന്നു. ആരെങ്കിലും അറിഞ്ഞാൽ തന്നെ കള്ളൻ എന്ന് വിളിക്കും. പോലീസ് പിടികൂടും, അല്ലെങ്കിൽ യഥാർത്ഥ ഉടമ വരും. ആ രാത്രി മുഴുവൻ അവൻ ഉറങ്ങാതെയിരുന്നു. അവൻ സ്വയം ആശ്വസിപ്പിച്ചു. നാളെ ഒരു കെട്ട് മാത്രം എടുത്ത് ചികിത്സിച്ചാൽ ആരറിയാൻ? ഡോക്ടർ ആദ്യമായി അവന് ബഹുമാനത്തോടെ ഇരുത്തി. മരുന്ന് നൽകി. ചികിത്സ സാധ്യമാണെന്ന് പറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം സലീമിന്റെ മുഖത്ത് സത്യമായ ഒരു ചിരി വിടർന്നു. ഈ സമ്പത്ത് തനിക്കുള്ള പരീക്ഷണമോ അതോ വരദാനമോ എന്ന് അവൻ തിരിച്ചറിഞ്ഞു. അടുത്ത ദിവസം സലീമിന് ഒരു പുതിയ പ്രഭാതമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അവൻ കണ്ണാടിയിൽ സ്വയം സൂക്ഷിച്ചു നോക്കി. മുഖം ദുർബലമായിരുന്നു. പക്ഷെ കണ്ണുകളിൽ ഇപ്പോൾ പ്രതീക്ഷയുടെ തിളക്കമുണ്ടായിരുന്നു. ബുദ്ധിപരമായി പ്രവർത്തിച്ചാൽ എല്ലാം മാറ്റാൻ കഴിയും, അവൻ ചിന്തിച്ചു. ആദ്യം അവൻ തന്റെ കുടിൽ നന്നാക്കി. ചാക്കിൽ നിന്ന് കുറച്ചു പണമെടുത്ത് പണിക്കാരെ വിളിച്ച് മേൽക്കൂര മാറ്റി. ദിവസങ്ങൾക്കുള്ളിൽ വീടിന്റെ ദുർഗന്ധവും ഈർപ്പവും കുറഞ്ഞു. അയൽക്കാർ ആശ്ചര്യപ്പെട്ടു. ഈ കച്ചവടക്കാരന് പെട്ടെന്ന് എന്തു പറ്റി?
കുറച്ച് ആഴ്ചകൾക്ക് ശേഷം അവൻ അടുത്ത പടി സ്വീകരിച്ചു. ഗ്രാമത്തിലെ പ്രധാന റോഡിൽ ഒരു ചെറിയ പലചരക്ക് കട തുറന്നു. ആദ്യ ദിവസം പരിപ്പ്, അരി, ഉപ്പ് എന്നിവ മാത്രം വെച്ചു. അവൻ തന്നെ കടയിലിരുന്നു. വരുന്നവരെ ചിരിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്തു. തുടക്കത്തിൽ ആളുകൾ മടിച്ചു, പക്ഷേ പതിയെ വരാൻ തുടങ്ങി. കട നന്നായി നടന്നു. ഗോതമ്പ് ചാക്കുകൾ, എണ്ണ ടിന്നുകൾ, മസാലകൾ, സോപ്പുകൾ എല്ലാം വിറ്റുപോയി. ആ കാലയളവിലുടനീളം സലീം വളരെ ജാഗ്രത പാലിച്ചു. അപ്രതീക്ഷിതമായി വന്ന ഈ സമ്പത്ത് അവനൊരു രഹസ്യമായിരുന്നു. പക്ഷേ അവൻ ഒരിക്കലും അത് പ്രകടിപ്പിച്ചില്ല. അല്പം പോലും ആഡംബരം കാണിച്ചാൽ ആളുകൾ ചോദ്യങ്ങൾ തുടങ്ങുമെന്ന് അവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് പുറമെ അവൻ ഇപ്പോഴും അതേ സാധുവായ കടക്കാരനായി കാണപ്പെട്ടു. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ അവൻ അറിഞ്ഞിരുന്നു, അവന്റെ പഴയ ചാക്കിൽ ഒളിച്ചിരിക്കുന്നത് തനിക്കും പല ജീവിതങ്ങൾക്കും പുതിയ ദിശ നൽകാൻ കഴിയുന്ന മൂലധനമാണ്. ചിലപ്പോൾ അയൽപക്കത്തെ പ്രായമായ സ്ത്രീകൾ പറയും, സലീം ഭയ്യ, നിങ്ങൾക്ക് ഒരുപാട് മാറ്റം വന്നു. അവൻ ചിരിക്കും, പക്ഷേ ഉള്ളിൽ ഒരു മധുരമായ അഭിമാനം നിറയും. ലോകം നിങ്ങളെ മാറ്റാൻ ആഗ്രഹിക്കുമ്പോൾ ആർക്കാണ് സന്തോഷം തോന്നാത്തത്? പതിയെ അവൻ ബിസിനസ് വികസിപ്പിച്ചു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം ആ ചാക്കിൽ നിന്ന് കുറച്ചുകൂടി പണമെടുത്ത് ഒരു ചെറിയ ഗോഡൌൺ തുടങ്ങി. സാധനങ്ങൾ കൊണ്ടുപോകാൻ ഒരു പഴയ ട്രക്ക് വാങ്ങി. ഇപ്പോൾ അവൻ വിൽക്കുന്നയാൾ മാത്രമല്ല, വിതരണം ചെയ്യുന്നയാളായി മാറി. ഗ്രാമത്തിലെ ആളുകൾ അവനെ സലീം ലാൽ എന്ന് ബഹുമാനത്തോടെ വിളിക്കാൻ തുടങ്ങി, ഒരു വലിയ വ്യാപാരിയെ പോലെ. പക്ഷേ ഈ വളർച്ചയ്ക്കിടയിലും ഒരു ഭയം അവന്റെ ഉള്ളിൽ എപ്പോഴും ജീവനോടെ ഉണ്ടായിരുന്നു. രാത്രിയിൽ ആ ചാക്കിനടുത്ത് ഇരിക്കുമ്പോൾ അവൻ ചിന്തിക്കും, ഏതെങ്കിലും ദിവസം ഈ രഹസ്യം പുറത്തായാലോ? യഥാർത്ഥ ഉടമ മുന്നിൽ വന്നാലോ? അടുത്ത നിമിഷം അവൻ സ്വയം ആശ്വസിപ്പിക്കും, ഇല്ല, ഇത് എന്റെ വിധിയുടെ സമ്മാനമാണ്. ഞാൻ വർഷങ്ങളോളം നിസ്സഹായത സഹിച്ചതാണ്. ഇത് എന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. ഞാൻ ആരുടെയും അവകാശം കവർന്നിട്ടില്ല. കാലം മാറുന്നതിനനുസരിച്ച് സലീമും മാറി. ഒരിക്കൽ ആൾക്കൂട്ടത്തിൽ തലകുനിച്ചു നടന്നയാൾ ഇപ്പോൾ തലയുയർത്തി നടക്കുന്നു. ആത്മവിശ്വാസം നിറഞ്ഞു. അവന്റെ ശബ്ദത്തിൽ ഇപ്പോൾ മടിയില്ല, സ്ഥിരത ഉണ്ടായിരുന്നു. പകൽ കട നോക്കും, വൈകുന്നേരം ഗോഡൌൺ പരിശോധിക്കും, രാത്രിയിൽ ചാക്കിനടുത്തിരുന്ന് അടുത്ത ദിവസത്തെ പദ്ധതി ആസൂത്രണം ചെയ്യും. അവൻ പഴയ സലീമിൽ നിന്ന് ഏറെ മുന്നോട്ട് പോയിരുന്നു. എന്നിട്ടും സത്യമായിരുന്നു, ഈ വളർച്ചയ്ക്കിടയിലും അവന്റെ ഉള്ളിൽ ഒരു ശൂന്യത അലയടിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം കട അടച്ച് വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ വാതിൽക്കൽ രണ്ട് മുഖങ്ങൾ നിന്നിരുന്നു. പരിചിതമെങ്കിലും അകന്നുപോയ മുഖങ്ങൾ. അവന്റെ ഭാര്യ അനിതയും രണ്ട് മക്കളും. കുട്ടികൾ വളർന്നിരുന്നു, പക്ഷേ അവരുടെ മുഖത്ത് മടിയുടെയും ലജ്ജയുടെയും നിഴൽ വീണിരുന്നു. അനിതയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. സലീം, അവൾ പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു. ഞങ്ങൾക്ക് തെറ്റിപ്പോയി. സാഹചര്യങ്ങൾ ഞങ്ങളെ നിർബന്ധിതരാക്കി. നിങ്ങളെ ഉപേക്ഷിച്ചു പോകേണ്ടിയിരുന്നില്ല. സലീമിന്റെ കാലുകൾ തറയിൽ ഉറച്ചു പോയതുപോലെ നിന്നു. ഒരു നിമിഷത്തേക്ക് സമയം നിശ്ചലമായി. രോഗം അവനെ തളർത്തിയ ദിവസങ്ങൾ അവൻ ഓർത്തു. വീട്ടിൽ കഴിക്കാൻ ഒന്നുമില്ലായിരുന്നു. അപ്പോൾ അനിത പറഞ്ഞു, എനിക്കിതൊന്നും സഹിക്കാൻ കഴിയില്ല. എന്നിട്ട് കുട്ടികളെയും കൂട്ടി പോയി. സലീമിന്റെ എല്ലാം തകർന്നു പോയ രാത്രി ആയിരുന്നു അത്. ഇപ്പോൾ അതേ അനിത അവന്റെ വാതിൽക്കൽ നിൽക്കുന്നു. കുട്ടികൾ മുന്നോട്ട് വന്ന് പറഞ്ഞു, ബാബ, ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കൂടെ ജീവിക്കണം. സലീമിന്റെ ഹൃദയം വിറച്ചു. ഒരു വശത്ത് മക്കളെ കെട്ടിപ്പിടിക്കാൻ ആഗ്രഹിച്ച ഒരച്ഛൻ, മറുവശത്ത് ഉപേക്ഷിക്കപ്പെട്ട ആ തകർന്ന മനുഷ്യൻ. അവരുടെ തിരിച്ചുവരവ് സ്നേഹം കൊണ്ടാണോ അതോ പണത്തിന്റെ തിളക്കം അവരെ തിരികെ ആകർഷിച്ചതാണോ? ഈ ചോദ്യം അവനെ വല്ലാതെ വേദനിപ്പിച്ചു. അവൻ തണുത്ത സ്വരത്തിൽ പറഞ്ഞു, എന്റെ കയ്യിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ നിങ്ങൾ എല്ലാവരും പോയി. ഇപ്പോൾ എന്റെ കയ്യിൽ എന്തോ ഉള്ളപ്പോൾ നിങ്ങൾ തിരികെ വന്നു. ഇത് സ്നേഹമാണോ അതോ ആർത്തിയാണോ? അനിതയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. ഇല്ല സലീം, ഞങ്ങൾ ശരിക്കും പശ്ചാത്തപിക്കുന്നു. കുട്ടികൾക്ക് നിങ്ങളുടെ തണൽ ആവശ്യമാണ്. സലീം തലകുനിച്ചു. ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം ആളിക്കത്തുന്നുണ്ടായിരുന്നു. ക്ഷമിക്കുന്നത് എളുപ്പമാണ്, പക്ഷെ മറക്കുന്നത് പ്രയാസമാണ് എന്ന് അവൻ അറിയാമായിരുന്നു. ഒടുവിൽ അവൻ പറഞ്ഞു, കുട്ടികൾ എന്റെയാണ്. അവരുടെ അവകാശം ആർക്കും കവർന്നെടുക്കാൻ കഴിയില്ല. ഞാൻ അവരുടെ പഠനവും ഭാവിയും ശ്രദ്ധിക്കാം. പക്ഷേ അനിത,
നമ്മൾക്കിടയിൽ ഉയർന്ന ആ മതിൽ ഇനി ഒരിക്കലും തകർന്നു വീഴില്ല. അനിത നിശബ്ദമായി നിന്നു. കുട്ടികളുടെ കണ്ണിൽ ആശ്വാസമുണ്ടായിരുന്നു. കുറഞ്ഞ പക്ഷം അച്ഛൻ അവരുടെ ജീവിതത്തിൽ തിരിച്ചെത്തിയല്ലോ എന്നാലോചിച്ച്. പുറം ലോകം സലീം ലാൽ ഇപ്പോൾ ഒരു വിജയിച്ച മനുഷ്യനാണെന്ന് പറഞ്ഞു. പക്ഷെ ഉള്ളിൽ അവൻ ഇപ്പോഴും അതേ സലീമായിരുന്നു. പഴയ ചാക്കുമായി ഭൂതകാലത്തിനും വർത്തമാനകാലത്തിനും ഇടയിൽ അലയുന്നവൻ. ആ രാത്രി സലീമിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവൻ ചാക്കിനടുത്തിരുന്ന് ഒരു പഴയ സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ ഇരുന്നു. ഈ സമ്പത്തെല്ലാം തിരികെ നൽകുന്നു. ബഹുമാനം, പേര്, സമാധാനപരമായ ജീവിതം. പക്ഷെ മനഃശാന്തി തിരികെ നൽകാൻ ഇതിന് കഴിയുമോ? ചോദ്യം കാറ്റിൽ തങ്ങി നിന്നു. ഉത്തരമായി ഭിത്തികളുടെ നിശബ്ദത മാത്രം. കുറച്ച് ആഴ്ചകൾ കടന്നുപോയി. സലീമിന്റെ കട ഒരു ചെറിയ സാമ്രാജ്യമായി മാറിയിരുന്നു. ഗോഡൌണിൽ നിന്ന് സാധനങ്ങൾ പോകുന്നു, വാഹനങ്ങൾ വന്നു പോകുന്നു. ഗ്രാമീണർ അവനെ സലീം ഭായി എന്ന് ബഹുമാനത്തോടെ വിളിക്കാൻ തുടങ്ങി. പുറം ലോകത്ത് എല്ലാം നന്നായിരുന്നു. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഭാരമുണ്ടായിരുന്നു. അത് ഓരോ രാത്രിയും അവന്റെ നെഞ്ചിൽ ഭാരം വെക്കും. അവൻ ആ ചാക്ക് നോക്കി സ്വയം സമാധാനിപ്പിക്കും. ഒരുപക്ഷെ ഏതെങ്കിലും കള്ളൻ ഉപേക്ഷിച്ചതാകാം, അല്ലെങ്കിൽ വിധി എന്നോട് ദയ കാണിച്ചതാകാം. പക്ഷെ വിധി അവന്റെ ക്ഷമ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ഒരു ദിവസം വൈകുന്നേരം അവൻ വീടിന്റെ മുറ്റത്ത് നിന്ന് ചായ കുടിക്കുമ്പോൾ അകത്ത് ടിവിയിൽ വാർത്തകൾ നടക്കുകയായിരുന്നു. സാധാരണ രാഷ്ട്രീയ അസംബന്ധങ്ങൾ. പക്ഷെ പെട്ടെന്ന് ആങ്കറുടെ ശബ്ദം ഉയർന്നു. ബ്രേക്കിംഗ് ന്യൂസ്, MLA-യുടെ വീട്ടിൽ മോഷണം. സലീമിന്റെ ഹൃദയം ഒരു നിമിഷം നിലച്ചുപോയി. ഒരു കള്ളൻ MLA-യുടെ വീട്ടിൽ നിന്ന് പണവുമായി ഓടി രക്ഷപ്പെട്ടു. പോലീസ് പിന്തുടർന്നപ്പോൾ അവൻ എവിടെയോ പണം ഒളിപ്പിച്ചു. അതിപ്പോൾ കണ്ടെത്താനായിട്ടില്ലെന്ന് ആങ്കർ പറഞ്ഞു. സലീമിന്റെ കൈ വിറച്ചു. അവന്റെ മനസ്സിൽ ഒരു മിന്നൽ പോലെ ഓടിയെത്തി. ആ ചാക്ക്. ആങ്കർ തുടർന്നു. 100 കണക്കിന് കോടി രൂപ ഇപ്പോഴും കാണാതായി. ചെറിയ കെട്ടുകൾ ഒരുപക്ഷെ ഒരിക്കലും കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ അന്വേഷണം തുടരുകയാണ്. ആ വാചകം അവന്റെ ചെവിയിൽ മുഴങ്ങി. ചെറിയ കെട്ടുകൾ ഒരുപക്ഷെ ഒരിക്കലും കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല. അതിനർത്ഥം അവന്റെ ചാക്ക് ഇപ്പോഴും സുരക്ഷിതമായിരിക്കാം. അതോടൊപ്പം ഒരു തണുത്ത അല അവന്റെ സിരകളിലൂടെ ഓടി. ആരെങ്കിലും എപ്പോഴെങ്കിലും ഇത് കണ്ടെത്തിയാലോ? പോലീസ് വാതിൽക്കൽ വന്നാലോ? ആ രാത്രി അവൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. രാവിലെ കടയിൽ പോയപ്പോൾ അവന്റെ ശ്രദ്ധ പാളി. മനസ്സിൽ കണക്കുകൂട്ടലുകൾ നടന്നു. എല്ലാം ഒളിപ്പിച്ചാൽ രക്ഷപ്പെടും. പക്ഷേ രഹസ്യം പുറത്തായാൽ എല്ലാം അവസാനിക്കും. വൈകുന്നേരം തിരിച്ചെത്തിയപ്പോൾ അവൻ വീണ്ടും ചാക്ക് തുറന്നു. നോട്ടുകൾ ഇപ്പോഴും അതേപോലെ തിളങ്ങുന്നു. പക്ഷേ ആ തിളക്കം അവന് ഭയങ്കരമായി തോന്നി. ആ നോട്ടുകൾക്ക് കണ്ണുകളുണ്ടെന്നും തന്നെ തുറിച്ചു നോക്കുകയാണെന്നും അവന് തോന്നി. സലീം നോട്ട് കെട്ടുകൾ തിരികെ വെച്ച് സ്വയം പറഞ്ഞു, ഈ സമ്പത്ത് എന്നെ രക്ഷിക്കാനും എന്നെ നശിപ്പിക്കാനും കഴിയും. അന്നു മുതൽ അവനൊരു തീരുമാനമെടുത്തു. ഇനി ഒരു ധൃതിയുമില്ല. പതുക്കെ പതുക്കെ പണമെടുക്കും. സാവധാനം ചെലവഴിക്കും. ആർക്കും സംശയം തോന്നാതിരിക്കാൻ. പക്ഷേ അവന്റെ ഹൃദയത്തിൽ ഒരു പുതിയ മുറിവുണ്ടായി. ഓരോ തവണ നോട്ട് എണ്ണുമ്പോഴും അവന്റെ കൈകൾ വിറച്ചു. ഇതിനിടയിൽ അടുത്ത ഗ്രാമത്തിൽ നിന്ന് ഒരാൾ സാധനം വാങ്ങാൻ വന്നു. കൂടെ അവന്റെ സഹോദരി സലോണി ഉണ്ടായിരുന്നു. 2 വർഷം മുൻപ് സലോണിക്ക് ഭർത്താവിനെ രോഗം കാരണം നഷ്ടപ്പെട്ടു. ഇപ്പോൾ അവൾ സഹോദരനൊപ്പം ജോലികൾ നോക്കുകയാണ്. സലീം ആദ്യമായി അവളോട് സംസാരിച്ചപ്പോൾ അവനൊരു വിചിത്രമായ ആശ്വാസം തോന്നി. സലോണിയുടെ സംസാരത്തിൽ ആഡംബരമോ സ്വാർത്ഥതയോ ഇല്ലായിരുന്നു. അവൾ സലീമിനെ ഒരു വ്യാപാരിയായിട്ടല്ല, ഒരു മനുഷ്യനായിട്ടാണ് കണ്ടത്. പതുക്കെ അവൾ കടയിൽ വരാൻ തുടങ്ങി. ഒറ്റയ്ക്കല്ലെങ്കിൽ സഹോദരനൊപ്പം. ഓരോ തവണ വരുമ്പോഴും അവരുടെ സംസാരത്തിലെ ലാളിത്യം സലീമിന്റെ ദിവസത്തെ ക്ഷീണം അകറ്റി. ഒരു ദിവസം സലോണി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ വളരെ കഠിനാധ്വാനിയാണ് സലീംജി. ഗ്രാമത്തിൽ എല്ലാവരും നിങ്ങളെ ബഹുമാനിക്കുന്നു. ആ നിമിഷം സലീം ചിരിച്ചു. പക്ഷേ ഉള്ളിൽ ഒരു പുതിയ വികാരമുണർന്നു. പണം ഒരുപക്ഷെ ഒരാളെ സുരക്ഷിതനാക്കിയേക്കാം. പക്ഷേ ഒരാളുടെ സ്നേഹം മാത്രമേ അവനെ ജീവിക്കാൻ പ്രേരിപ്പിക്കൂ. സലോണി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ വളരെ മാന്യനായ ഒരു വ്യക്തിയാണ്. അത് കേട്ടപ്പോൾ സലീമിന്റെ ഉള്ളിൽ എന്തോ അലിഞ്ഞുപോയി. വർഷങ്ങൾക്ക് ശേഷം ഒരാൾ തന്നെ ബഹുമാനിക്കുന്നു, അതും നല്ല ഒരു സ്ത്രീ. അവന്റെ നെഞ്ചിൽ ഒരു തണുപ്പിറങ്ങി. അവർക്കിടയിൽ ഒരു മൃദുവായ ബന്ധം വളർന്നു. സലോണി കേൾക്കുക മാത്രമല്ല, മനസ്സിലാക്കുകയും ചെയ്തു. സലീമിന്റെ ഭൂതകാലം അറിഞ്ഞപ്പോൾ അവൾ ഖേദം പ്രകടിപ്പിച്ചില്ല.
മറിച്ച് അവന്റെ കണ്ണുകളിൽ നോക്കി പറഞ്ഞു, കഴിഞ്ഞുപോയത് കാലത്തിന്റെ പരീക്ഷണമായിരുന്നു. ഇനി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. ഈ വാക്കുകൾ സലീമിന്റെ ഉള്ളിൽ ഒരു പുതിയ ദീപം കൊളുത്തി. കുറച്ചു മാസങ്ങൾക്ക് ശേഷം അവൻ ഒരു തീരുമാനമെടുത്തു. അവൻ സലോണിയെ വിവാഹം കഴിക്കും. ഈ വാർത്ത ഗ്രാമത്തിൽ പരന്നപ്പോൾ പലതരത്തിലുള്ള സംസാരങ്ങളുണ്ടായി. ഒരാൾ പരിഹസിച്ചു, കച്ചറ പെറുക്കുന്നവർ ഇപ്പോൾ പുതിയ ഭാര്യയെ കൊണ്ടുവരും. മറ്റൊരാൾ ചിരിച്ചു, പാവം, അവന്റെ ജീവിതത്തിൽ വെളിച്ചം വന്നെങ്കിൽ സന്തോഷം. സലീം ഒന്നിനും മറുപടി പറഞ്ഞില്ല. ഈ വിവാഹം വെറും ഒരു കൂട്ടുകിട്ടാൻ വേണ്ടി മാത്രമല്ല, സ്വയം ഒരു പുതിയ ജീവിതം നൽകാൻ വേണ്ടിയാണ് എന്ന് അവൻ അറിയാമായിരുന്നു. വിവാഹം വളരെ ലാളിത്യത്തോടെ നടന്നു. ആർഭാടമില്ല, കുറച്ച് സാക്ഷികളും പൂക്കളും, 2 ഹൃദയങ്ങളുടെ പുതിയ തുടക്കവും. സലോണി വന്നതിന് ശേഷം സലീമിന്റെ വീട് ശ്വാസമെടുക്കാൻ തുടങ്ങി. സലീം ക്ഷീണിതനായി കടയിൽ നിന്ന് മടങ്ങുമ്പോൾ സലോണി ചിരിച്ചുകൊണ്ട് വാതിൽ തുറക്കും. ആ ചിരി വിലയേറിയതോ വ്യാജമോ ആയിരുന്നില്ല. ഈ ചെറിയ കാര്യങ്ങൾ സലീമിന് 1 കോടി രൂപയ്ക്ക് വാങ്ങാൻ കഴിയാത്ത സമാധാനം നൽകി. എന്നിട്ടും രാത്രികൾ കനക്കുമ്പോൾ, സലോണി ഉറങ്ങുമ്പോൾ, സലീമിന്റെ മനസ്സ് വീണ്ടും അതേ ചാക്കിനടുത്ത് പോയിരുന്നു. ആ ചാക്ക് അവന് സമാധാനം നൽകിയില്ല. ഓരോ തവണ നോട്ടുകളുടെ തിളക്കം അവനെ ഓർമ്മിപ്പിച്ചു, ഈ സമ്പത്ത് വിശുദ്ധമല്ല. സലീം ഉറപ്പിച്ചു, ഈ പണം ഇനി അവനു വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് കൂടി ഉപയോഗിക്കണം. ദാരിദ്ര്യം എങ്ങനെ ഒരാളുടെ ബഹുമാനം പോലും കവർന്നെടുക്കുമെന്ന് അവന് നന്നായി അറിയാമായിരുന്നു. ആ പരിഹാസങ്ങൾ, ആ അവഗണന, ക്ലിനിക്കിലെ ജീവനക്കാരൻ തന്നെ പുച്ഛത്തോടെ നോക്കിയ ആ ദിവസങ്ങൾ എല്ലാം അവന്റെ ഓർമ്മകളിൽ ഇപ്പോഴും ജീവനോടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രഭാതത്തിൽ അവൻ തന്റെ ആദ്യ ചുവട് വെച്ചു. ഗ്രാമത്തിലെ പഴയ പള്ളി മഴയത്ത് ചോർന്നൊലിക്കുമായിരുന്നു. നിസ്കരിക്കുന്നവർ കുടകളുമായി അകത്തേക്ക് പോകേണ്ടി വന്നിരുന്നു. സലീം നിശബ്ദമായി സംഭാവന നൽകാൻ തുടങ്ങി. തുക വലുതായപ്പോൾ അവൻ തന്റെ പേര് വെളിപ്പെടുത്തി. ഗ്രാമത്തിൽ ആളിക്കത്തി. കച്ചറ പെറുക്കിയിരുന്ന സലീമിന് ഇത്രയും പണം എവിടെ നിന്ന് കിട്ടി? ചിലർ പരിഹസിച്ചു, ചിലർ സംശയിച്ചു. ചൂതുകളിച്ച് നേടിയതാകാം. പക്ഷേ പള്ളിയുടെ മതിലുകൾ ഉയരുന്തോറും സലീമിന്റെ ഉദ്ദേശശുദ്ധി വ്യക്തമായി. ആളുകൾ കണ്ടു, അവൻ പ്രകടനത്തിന് വേണ്ടിയല്ല, സത്യസന്ധമായ മനസ്സോടെയാണ് സഹായിക്കുന്നത്. പതുക്കെ വിമർശനങ്ങൾ നിലച്ചു. ഗ്രാമീണർ അവനെ സലീം മിയാൻ എന്ന് ആദരവോടെ വിളിക്കാൻ തുടങ്ങി. സമൂഹം ഒരിക്കൽ തള്ളിക്കളഞ്ഞ ആ മനുഷ്യൻ ഇപ്പോൾ സമൂഹത്തിന്റെ താങ്ങും തണലുമായി മാറി. സലീം തന്റെ ജീവിതത്തിൽ മറ്റൊരു വലിയ ചുവടുവെപ്പ് കൂടി നടത്തി. ഇത്തവണ പണം കൊണ്ടല്ല, ഹൃദയം കൊണ്ടാണ് നിക്ഷേപം നടത്താൻ തീരുമാനിച്ചത്. അവൻ പ്രഖ്യാപിച്ചു, ഞാൻ ഗ്രാമത്തിൽ ഒരു വിദ്യാലയം തുടങ്ങും. അവിടെ എല്ലാ പാവപ്പെട്ട കുട്ടികൾക്കും സൗജന്യമായി പഠിക്കാം. ആദ്യം ആളുകൾ ഇതൊരു വൈകാരിക പ്രസ്താവന മാത്രമായി കരുതി. പക്ഷേ ആദ്യത്തെ ഇഷ്ടിക വെച്ചപ്പോൾ എല്ലാവർക്കും മനസ്സിലായി, സലീം വെറുമൊരു വ്യാപാരിയല്ല, ഗ്രാമത്തിന്റെ വഴികാട്ടിയായി മാറിയിരിക്കുന്നു. സലോണിയും അവന് തോളോട് തോൾ ചേർന്ന് പിന്തുണ നൽകി. കുറച്ച് യുവ അധ്യാപകർ ചെറിയ ശമ്പളത്തിൽ പഠിപ്പിക്കാൻ തയ്യാറായി. ചിലർ പറഞ്ഞു, ഇതൊരു അത്ഭുതമാണ്. ചിലർ പ്രാർത്ഥിച്ചു, ദൈവം ഇങ്ങനെയുള്ളവരെ അനുഗ്രഹിക്കട്ടെ. സലീം ബാക്കിയുള്ള പണം കൂടുതൽ ബിസിനസ്സിൽ നിക്ഷേപിച്ചു. അങ്ങനെ അവൻ വലിയ ധനികനായി മാറി. അവനിനി ആ ചാക്കിന്റെ ആവശ്യമില്ലായിരുന്നു. അവന്റെ ഇപ്പോഴത്തെ വരുമാനം തന്നെ കോടികളായിരുന്നു. എന്നിട്ടും അവൻ അള്ളാഹുവിന് നന്ദി പറയുകയും പാവപ്പെട്ടവരെ സഹായിക്കുകയും ചെയ്തു. അവൻ തന്റെ ആദ്യ ഭാര്യക്കും മക്കൾക്കും ലണ്ടനിൽ ഒരു വലിയ ബംഗ്ലാവും ഒരു ഹോട്ടലും വാങ്ങി നൽകി. അവന്റെ ആദ്യ ഭാര്യയും മക്കളോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. സത്യം, പശ്ചാത്താപം, നന്മ എന്നിവയ്ക്കിടയിലെ മനുഷ്യന്റെ യഥാർത്ഥ പോരാട്ടം എന്താണ് എന്ന് ചിന്തിക്കാൻ ഈ കഥ നിങ്ങളെ പ്രേരിപ്പിച്ചെങ്കിൽ ദയവായി ഒരു ലൈക്ക് നൽകുക. നിങ്ങൾ സലീമിന്റെ സ്ഥാനത്തായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? തെറ്റായ പണം കൊണ്ട് ചെയ്യുന്ന നന്മ ശരിയായി കണക്കാക്കാമോ? നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. കമന്റ് ചെയ്യുക. ഹൃദയസ്പർശിയായ കൂടുതൽ കഥകൾ കാണാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണാം.